ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെഡർ വെക്സ് മീ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ബൈ സൈഡായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ ബൈ ഓൺ ദ ഡീപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു 5 മിനിറ്റ്സിൽ തന്നെ ഞാൻ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏകദേശം 23,250 ആ റേഞ്ചിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം 23,250 ഈ റേഞ്ച് നമ്മുടെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കോളോയിങ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റേഞ്ച് ഡാറ്റാ ബേസ്ഡ് തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് സഡൻ അവിടെ നിന്ന് ഫോൾ വന്നിട്ട് 23,100 ഈ റേഞ്ചിൽ 23,100 ബിക്കോസ് 23,100 നമുക്കൊരു സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടല്ലേ, അവിടെ വന്നിട്ട് മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡേ വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് രാവിലെ ഒരു ഗ്യാപ്പ് ഡൗൺ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒരു റിക്കവറി ആൻഡ് ഫൈനലി ഒരു ഇൻവേർട്ടർ ഹാമർ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ മാർക്കറ്റ് വന്നിട്ട് ടെക്നിക്കലി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫുൾ ക്യാൻഡിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ വ്യൂ കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. അതായത് ബയ്യർ മുകളിലോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോയെങ്കിലും മുകളിൽ നിന്ന് മാർക്കറ്റിനെ നല്ല സെല്ലിംഗ് പ്രഷറിൽ മാർക്കറ്റിനെ താഴെ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെല്ലർ ഡൊമിനേഷൻ മാർക്കറ്റായിരുന്നു. ബയ്യർ ഉണ്ടായിരുന്നെങ്കിലും ഫൈനലി മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം അതിൽ സെല്ലറായിരുന്നു ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ. അതായത് നമ്മൾ 15 മിനിറ്റ്സിൽ 1 ഡേയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ വ്യൂ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നമ്മുടെ അടുത്ത് ജസ്റ്റ് സപ്പോർട്ടായിട്ടുള്ളത് 23,100 ആണ്. സോ 23,100 കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ടായിട്ട് വരുന്നത് 23,000 ആണ്. ഓക്കെ, 23,000 അതിൻ്റെ താഴെ 22,900. സോ മാർക്കറ്റ് ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് ആണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 2 ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ വ്യൂ നെഗറ്റീവ് ആയിരിക്കും കംപ്ലീറ്റ്ലി. മാർക്കറ്റ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് നാളെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 23,000 ആൻഡ് 22,900 മാർക്കറ്റിനെ തിരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ഓൾറെഡി ബെയറിഷ് പൊസിഷനിലാണ്. ഇന്ന് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രാറ്റജി നാളെ ഇല്ല. ബൈ ഓൺ ദ ഡിപ്പ് ഇല്ല. നാളെ ബ്രേക്ക് ഡൗൺ ആണ്. നാളെ ബ്രേക്ക് ഡൗൺ മീൻസ് ഡേ ലോ ബ്രേക്ക് ചെയ്താൽ നമ്മൾ നേരെ താഴോട്ടുള്ള ടാർഗറ്റ്സിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതല്ല നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 23,200 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയുടെ മുകളിൽ 23,200 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ മുകളിലോട്ടുള്ള ട്രേഡ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ 23,250 ഈ 250 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കും കൂടെ വരും. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ബൈ സൈഡ് ട്രേഡ് വേണമെങ്കിൽ 23,200 മുകളിലാണെങ്കിൽ മാത്രമേ ഒരു കൺഫേം ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ബൈ ഓൺ ദി ഡിപ്പ് താഴ്ന്നൊരു ബൈയിങ് വരുന്ന സിനാരിയോ അങ്ങനെ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ രീതിയിലുള്ള കാണുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം അവിടുന്ന്. ഓക്കെ, സോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ്. അവിടെ ട്രേഡ് അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ ഐ തിങ്ക് നിങ്ങൾ ഈ റാലി ക്യാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതല്ല ഡൗൺ ട്രേഡ് ചെയ്തവർക്ക് സിമ്പിളായിരുന്നു. ഇതൊരു റൈസിങ് വെഡ്ജ് ആയിരുന്നു ഇവിടെ നിന്നുണ്ടായിരുന്നത്. ഈ റൈസിങ് വെഡ്ജ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് നേരെ താഴോട്ട് ട്രേഡ് ചെയ്യായിരുന്നു. സോ 2 ടൈപ്പ് ഓഫ് ട്രേഡ് ഉണ്ടായിരുന്നു, റൈസിങ് വെഡ്ജ് ആൻഡ് കാൻഡിൽസ്റ്റിക് കൺഫേം. ഇവിടെ ഒരു ഹാമറും ഉണ്ടായിരുന്നു. ഈ ഒരു ഹാമർ വെച്ച് നമുക്ക് താഴോട്ടും ട്രേഡ് ചെയ്യായിരുന്നു. സോ ബോത്ത് സൈഡിൽ നിന്ന് ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പ് ഡൗൺ എന്നീ 2 സൈഡിലും ട്രേഡ് ഉണ്ടായിരുന്നു. സോ അതായിരുന്നു ഇന്നത്തെ ഒരു കൺഫർമേഷൻ. അന്ന് ഈ ഒരു ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനും 15 മിനിറ്റ്സിലൂടെ കാണുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി മാർക്കറ്റ് നെഗറ്റീവ് സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. സോ നാളെ 23,100 ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,000 ആൻഡ് 22,900 നമ്മൾ താഴത്തെ ടാർഗറ്റ്. മുകളിലോട്ടാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ വരുമ്പോൾ 23,250 മുകളിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ക്ലോസ് വരികയാണെങ്കിൽ ഞാൻ മുകളിൽ ട്രേഡ് എടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സെൽ ഓൺ ദ റൈസ് മാത്രമായിരിക്കും. സെൽ ഓൺ ദ റൈസ്. ബൈ ഓൺ ദ ഡീപ്പ് ഇപ്പം ആയിട്ടില്ല. ഈ നാളത്തെ സ്ട്രാറ്റജിയിൽ ബൈ ഓൺ ദ ഡീപ്പ് ഇല്ല. ഓക്കെ, നാളെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ന്യൂസ് ബേസ് നാളെ ഒരു ഗ്യാപ്പ് അപ്പോ വേറെ എന്തെങ്കിലും സിനാരിയോ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.